ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ സമ്മർ വെക്കേഷന് ഒരു ശ്രീലങ്കൻ ട്രിപ്പ് പോവുകയാണ് കേട്ടോ. രാത്രി ഇപ്പം 1:30 3:45 നമുക്ക് ശ്രീലങ്കൻ എയർവേസിൻ്റെ ഫ്ലൈറ്റാണ് ബാംഗ്ലൂർ ടു കൊളംബോ. ഒരു ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം. 1.5 മണിക്കൂറിൽ തന്നെ നമ്മൾ എത്തി കേട്ടോ കൊളംബോ. ഷോർട്ട് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ടൂർ ഗൈഡ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലഗേജ് എല്ലാം ലോഡ് ചെയ്തു. ഇനിയിപ്പോൾ കൊളംബോയിൽ നിന്ന് നമ്മൾ നെഗംബോയിലേക്ക് ഒരു ഷോർട്ട് ഡ്രൈവാണ്. ഇവിടെ നമ്മൾ അമാഗി ലഗൂൺ റിസോർട്ട്സ് ആൻഡ് സ്പാ എന്ന് പറയണ ഒരു ലഗൂൺ ഫേസിങ് ആയിട്ടുള്ള റൂമാണ്. നമുക്ക് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ഇവിടെ ഒന്ന് ഫ്രഷ് ആകുക എന്നുള്ള ഒരു ഇൻറ്റൻഷൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നമ്മൾ സൈറ്റ് സീയിങ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇവിടുന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുവാണ്. അമ്മോ, അത് എന്തായിരുന്നു? അതൊരു 1.5 ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കഴിച്ചിട്ടും തീരുന്നില്ലായിരുന്നു. ശ്രീലങ്കയിൽ ഐ തിങ്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇത്ര ഹെവിയാണെന്ന് തോന്നുന്നു. ഇപ്പം ഞങ്ങൾ കയറിയ സ്ഥലത്തിൻ്റെ ആണോ എന്നറിയില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇപ്പം നമ്മൾ പിന്നവാല എലിഫൻറ്റ് ഓർഫനേജിലാണ്. അപ്പം എലിഫൻറ്റ് ഓർഫനേജ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇവിടെ ശരിക്കും പരിക്കേറ്റ അബാൻഡൻഡ് ആയിട്ടുള്ള ആനകളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു സാങ്ച്വറിയാണ്. കുറച്ച് ടൂറിസ്റ്റിയാണ് കേട്ടോ. അപ്പം നമ്മൾ നടക്കുന്ന വഴിയിൽ മുഴുവൻ റോഡിൻ്റെ രണ്ട് സൈഡിലും നിറച്ചും കടകളാണ്. പലതരം ഡ്രസ്സ്, പിന്നെ ടീഷർട്ട്സ്, ആനയുടെ സ്കൾപ്ചേഴ്സ്, മാസ്, അങ്ങനെ എന്ത് വേണ്ട എല്ലാ സംഭവം ഇവിടെ കിട്ടും. എലിഫൻറ്റ് ഡങ്ക് പേപ്പർ വരെ നമുക്കിവിടെ കിട്ടും. അപ്പം ഞാൻ ഇതിനു മുമ്പ് എലിഫൻറ്റ് ഡങ്ക് പേപ്പർ കേട്ടിട്ടില്ല. ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു സംഭവം കാണുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു റോഡിൽ കൂടെ നടന്നു പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആനകൾ കുളിക്കുന്നത്, അവർ കൂട്ടമായിട്ട് നിന്ന് അവിടെ ആ ഒരു നാച്ചുറൽ ഫോറസ്റ്റ് പോലത്തെ സ്ഥലത്ത് നിന്നിട്ട് ആനകൾ കുളിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ അവിടെ തന്നെ സൈഡിൽ കുറേ ചെറിയ റിഫ്രഷ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഷോപ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് വേണമെങ്കിൽ സിലോൺ ടീയോ ജ്യൂസോ ഒക്കെ കുടിച്ചുകൊണ്ട് നമുക്കിതൊക്കെ കണ്ട് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ്, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക്. ഞങ്ങൾ വരാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ശ്രീലങ്കയിൽ മഴ പെയ്യാൻ 1 മാസമായിട്ട് മഴ പെയ്യാത്ത സ്ഥലമാണ്. ഇതാ ഇന്നിപ്പം മഴ പെയ്യുവാണ് ഇവിടെ. അപ്പോൾ ആനകൾ കുളിക്കണ കാണാൻ വന്നതാണ്. പക്ഷെ മിക്കവാറും നമ്മൾ കുളിക്കണ അവസ്ഥയാവുമെന്ന് തോന്നുന്നു. കുടയൊന്നും എടുത്തിട്ടില്ല. എന്തായാലും ഇപ്പം ഞങ്ങൾ കടയിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പം ഈ ആനയൊക്കെ ഇങ്ങനെ പോണ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം മഴ നിന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ കുടയൊന്നും എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ മഴയൊന്നും ഇല്ല എന്നായിരുന്നു കേട്ടത്. ഇന്നിപ്പം നമ്മുടെ ഡ്രൈവർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് 1 മാസത്തിന് ശേഷം ഇന്നാണ് മഴ സ്റ്റാർട്ട് ചെയ്തതെന്ന്. അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ, കുറേ കടകളുണ്ട്. ഇത് ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയെടുത്ത് തന്നെ അടുത്തുള്ളൊരു കടയാണ്. അപ്പം ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. എന്തൊരു മഴയാന്ന്! ആ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ കയറിയപ്പോൾ തുടങ്ങിയ മഴയാണ്. കുടയും എടുത്തിട്ടില്ലായിരുന്നു. എല്ലാവരും നനഞ്ഞ് കുതിർന്ന് ഒരു പരുവമായി. ഇനി നമ്മളിവിടെ പോകാൻ പോകുന്നത് ഇവിടുത്തെ ഹിൽ സ്റ്റേഷൻ ആയിട്ടുള്ള സ്ഥലം കാൻഡിയിലേക്കാണ്. സുരാംഗിനി സുരാംഗിനി സുരാംഗനിക മാളുഗനവാ മാളു 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 സുരാംഗനിക മാളു സുരാംഗനിക മാളുഗനവാ. ന്യൂവിൻ്റെ ശ്രീലങ്കൻ സോങ് കലക്കില്ലേ, അവനെ സ്കൂളിൽ പഠിപ്പിച്ചതാട്ടോ. അപ്പം എനിക്കും അറിയില്ലായിരുന്നു ഇവന് ഈ പാട്ട് അറിയാമെന്ന്. ഇവിടെ വന്ന് അവൻ പെട്ടെന്ന് പാടിയപ്പം ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ഇപ്പം നമ്മൾ ക്യാൻഡിയിൽ ശ്രീ ദലത മലികാവ, എൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്നറിയില്ല, അതിവിടുത്തെ സീക്രട്ട് ടൂത്ത് റെലിക് ടെമ്പിളാണ്. ബുദ്ധേൻ്റെ ലെഫ്റ്റ് കനൈൻ ടൂത്ത് ഒരു രാജകുമാരിയുടെ മുടിയിൽ ഒളിപ്പിച്ച് വെച്ച് ഇവിടെ ശ്രീലങ്കയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് അതിനെ 7 പെട്ടിയിലായിട്ട് ഈ ഒരു മൊനാസ്ട്രിയിൽ അവർ സേഫാക്കി വെച്ചിരിക്കുകയാണ്. 6000 എല്ലാവർക്കും rain. So people paraded this procession to get the blessings of rain gods. ഇപ്പോഴാണ് നമ്മൾ ഷ്രൈൻ്റെ മെയിൻ ബിൽഡിങ്ങിലെത്തിയത്. ഇതിൻ്റെ ഉള്ളിലാണ് ശരിക്കും ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ ടൂത്ത് റെലിക് ഉള്ളത്. അപ്പോൾ ഇതിന് ചുറ്റും ആൾക്കാരിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിലൊരു സൈലൻറ്റ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വീഡിയോഗ്രാഫി അലൗഡ് ആണ്, പക്ഷേ ഒരാളെ നിർത്തി പോസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല. അങ്ങനെ ഈ ഫുൾ മൊനാസ്ട്രി നല്ല ക്ലീൻ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊനാസ്ട്രി തന്നെയാണ് കേട്ടോ. ഇവിടെ ഷ്രൈൻ മാത്രമല്ല പല മ്യൂസിയമും ഉണ്ട്. അപ്പം നേരത്തെ നമ്മൾ കണ്ടത് ശ്രീലങ്കൻ വേർഷൻ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് ബുദ്ധിസത്തിൻ്റെ വേൾഡ് മ്യൂസിയം. അപ്പോൾ ഒരു വേൾഡിൽ ബുദ്ധിസത്തിൻ്റെ എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും ഇതിനകത്ത് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടെ പോകാൻ പ്ലാനില്ല, നമ്മൾ അത്യാവശ്യം ടയേർഡാണ്. അപ്പോൾ ഇതാ ഈ കാണുന്ന സ്ഥലത്ത് പിള്ളേരെ ഒന്ന് സെറ്റിൽ ചെയ്ത് അവർക്ക് ഹോട്ടലിൽ നിന്ന് തന്നെ നമ്മൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്ത് ഇവരെ ഒന്ന് ശാന്തമാക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് സ്പോട്ട് ശ്രീലങ്കയിലെ കൾച്ചറൽ ഷോ കാണാനാണ്. അപ്പം അതിൻ്റെ ടിക്കറ്റ്സൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം അത് നമ്മുടെ ടൂർ ഗൈഡിനോട് ചോദിക്കണം. അങ്ങനെ കൾച്ചറൽ ഷോ കാണാനാണ് നമ്മുടെ പ്ലാൻ. Very good evening, all of you. Thank you very much for being here this wonderful evening with us. We are really appreciated for giving us this great opportunity to perform in front of you.
കൾച്ചറൽ ഷോ കഴിഞ്ഞ പാടെ ഞങ്ങൾ ബെറസ്റ്റയിൽ കയറി ഒരു കോഫി കുടിച്ചു. പിന്നെ ഇവരിവിടെ തന്നെ വെയിറ്റ് ചെയ്യുമ്പം ഞാനും ചേച്ചിയും കൂടെ പോയിട്ട് ഇവിടുത്തെ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, അപ്പോൾ ഈ ശ്രീലങ്കയിൽ അതിന് അപ്പത്തച്ചി എന്നെന്തുവാണ് പറയുന്നത് നമ്മുടെ അപ്പച്ചട്ടിക്ക്. അപ്പോൾ അത് കുറച്ചൊരു യുണീക്കാണ്. അപ്പോൾ അത് വാങ്ങി. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ സ്ട്രിങ് ഹോപ്പേഴ്സ് എന്ന് പറയുന്നത് ഇടിയപ്പമാണ്, അതിൻ്റെ മോൾഡൊക്കെ ഇവിടെ കിട്ടും. അപ്പം അത് കുറച്ചൊരു ഡിഫറെൻറ്റ് സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങളൊന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോയി. ഇനി നമുക്ക് ഇന്ന് വേറെ പ്ലാനൊന്നുമില്ല. നമ്മൾ കാൻഡി ടൗണിൽ തന്നെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് ഡിന്നർ കഴിക്കണം. അപ്പം ഗൂഗിൾ മാപ്സിൽ ഞങ്ങൾ സെർച്ച് ചെയ്തപ്പം ഇവിടെ ഫാബ് സെലോൺ എന്ന് പറയുന്ന ഈ ഹോട്ടൽ നല്ലതാണെന്ന് കേട്ടു. അപ്പോൾ ഏതായാലും അതെങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം നമുക്ക്. chicken soup and lime mojito ഞങ്ങളൊരു സീ ഫുഡ് പ്ലാറ്റർ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം സീ ഫുഡ് എന്ന് പറയുമ്പം അങ്ങനെ ഒരുപാട് വേരിയേഷൻ ഒന്നുമില്ല. പ്രോൺസ് ആണ് മെയിനായിട്ടുള്ളത്. പോർഷൻ സൈസ് പക്ഷേ നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ കുറച്ച് ക്രാങ്കിയാണ്, ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേൽപ്പിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റാഡിസൺ ക്യാൻറ്റീന്ന് നമ്മളിപ്പോൾ പോകുന്നത് സിഗിരിയയിലേക്കാണ്. ഇതൊരു 2.5-3 മണിക്കൂറിൻ്റെ ഡ്രൈവാണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അപ്പം ഇത് ഫേമസ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ രാവണൻ്റെ കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് രാവണൻ്റെ കോട്ട കണ്ടിട്ട് വരാം. അവിടുത്തെ വിശേഷം എന്തൊക്കെയാണെന്ന് നോക്കാം. അമ്മ ഇരിക്കുമ്പോ എന്ത് ബോറായിരുന്നു, ഇളയച്ചൻ ഇരിക്കുമ്പോ എന്ത് ബോറായിരുന്നു. ചിക്കു വന്നിട്ട് പറയുകയും ചെയ്യും അപ്പോൾ ഇതാ നമ്മൾ സിഗിരി എത്തിയിരിക്കുന്നു. ഇനി ഇവിടെ നമ്മളൊരു എൻട്രി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഈ സാർക്ക് നേഷൻസിലുള്ള ആൾക്കാർക്ക് $20 ഉള്ളൂ. മറ്റ് കൺട്രീസിൽ എനിക്ക് തോന്നുന്നത് 35 തോന്നുന്നു കേട്ടോ. പിന്നെ 6 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്കും എൻട്രി ഫ്രീ ആണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് കയറ്റം തുടങ്ങാം. സിഗിരി അല്ലെങ്കിൽ സിംഹഗിരി ഓർ ലയൺസ് റോക്ക്, അങ്ങനെ ഇതിനെ പല പേരിൽ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ ഈ സ്ഥലത്തിന്. അപ്പം ഇത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ഇത് രാവണൻ്റെ കോട്ട അല്ലെങ്കിൽ രാവണൻ്റെ പാലസ് എന്നാണ്. പക്ഷേ ഇവിടെയൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ബിലീഫ് എന്താണെന്ന് ചോദിച്ചാൽ കിങ് കശ്യപ രാജാവിൻ്റെ പാലസ് ഇരിക്കുന്ന സ്ഥലം എന്നാണ്. അപ്പോൾ അനുരാധപുരമായിരുന്നു ആദ്യം ക്യാപിറ്റൽ സിറ്റി. അവിടെ നിന്ന് കിങ് കശ്യപ ഇത് സിഗിരിയയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അപ്പം ഈ കശ്യപ രാജാവിനെ കുറിച്ചും പല കഥകളുണ്ട്. പുള്ളി ഒരു പോക്ക് കേസായിരുന്നെന്നും പിന്നെ പുള്ളിയുടെ അഴിഞ്ഞാട്ടത്തിൻ്റെ സ്ഥലമായിരുന്നു ഇത്. അത് കഴിഞ്ഞിട്ട് പുള്ളിയെ ആരാണ്ട് വിഷം കൊടുത്ത് കൊന്നതാണ്. പിന്നെ വേറെ ചിലർ പറയുന്ന പുള്ളി തന്നെ സൂയിസൈഡ് ചെയ്തതാണ്. അങ്ങനെ ഒരുപാട് കഥകൾ ഈ ഒരു സിഗിരിയ ഫോർട്ടിനെയും ചുറ്റിപ്പറ്റിയുണ്ട്. അപ്പം അതെല്ലാമാണ് ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ രാവണൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. അതായത് ഇത് രാവണൻ്റെ കോട്ടയായിരുന്നു, ഇത് സ്വർണം കൊണ്ട് കെട്ടിയതാണ്, കുബേരൻ ഉണ്ടാക്കിയതാണ്, അങ്ങനെയൊക്കെയുള്ളൊരു സ്റ്റോറി ഉണ്ട്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പാറ കയറണമെങ്കിൽ നമുക്ക് എന്തായാലും 1250 സ്റ്റെപ്സ് കയറണം. അതിനൊരു 1 മുതൽ ഈ പിള്ളേരെയൊക്കെ വെച്ചാകുമ്പോൾ 3 മണിക്കൂർ വരെ ആകും. ഈ കാണുന്ന സിംഹത്തിൻ്റെ നഖമാണ് ഈ പാലസിൻ്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത്. പിന്നെ അതാ ഇപ്പം മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മുകളിലെത്തി. ഈ പാറയുടെ നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗേറ്റ് വേന്ന് ഏറ്റവും മുകളിലേക്കുള്ള ഭാഗം ഭയങ്കര സ്റ്റീപ്പ് സ്റ്റെപ്സാണ്. അപ്പോൾ വെർട്ടിഗോ ഉള്ളവരൊക്കെയാണ്, തല കറക്കം അല്ലെങ്കിൽ ഹൈറ്റ് ഫോബിയ ഒക്കെ ഉള്ളവരാണെങ്കിൽ കഴിയുന്നതും ഇത് അവോയ്ഡ് ചെയ്യുക. നല്ല പേടിയാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അവിടെ നിന്നാണ് നടന്നു വന്നത്. ഇത് സൂം ചെയ്താൽ കാണാം. ഇവിടെ നിന്നാണ് നമ്മൾ നടന്ന് നടന്ന് ഇപ്പൊ ദാ ഇവിടെ എത്തി.
How do you feel after coming all the way up? Yeah. How was the climb, Nivu? Tell. എങ്ങനെയുണ്ടായിരുന്നു നിനക്ക് കയറ്റം? Climbing. Lot of people struggle with it. നീ ഒട്ടും സ്ട്രഗിൾ ചെയ്തില്ല അല്ലേ? Yeah. With these two to motivate us. Yeah. എങ്ങനെ കയറൂടാ അതിൻ്റെ മുകളിൽ? സ്റ്റെപ്പ് ഉണ്ടോ? ദൈവമേ, ഇങ്ങനെ എനിക്ക് കയറാൻ പറ്റൂല. ജാനു, is there steps? Where? Oh, back side, huh? Oh, okay. കയറുക. നിക്ക്. അമ്മ ഫ്രണ്ടിൽ പോവാം. Why? Because it's dangerous, that's why. Hold the railing. Even if you feel confident, hold the railing. Don't know where you will slip, okay? Hold the railing. ഇനി നമ്മൾ ഈ പാറയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുവാണ്. അതും അത്യാവശ്യം നല്ല പേടിയാവട്ടെ. എന്ന് വെച്ചാൽ ഈ താഴത്തേക്ക് ഒന്നാമത് നമുക്ക് കാണാം ഹൈറ്റ്. പിന്നെ ഈ സ്റ്റെപ്പാണെങ്കിലും ചില ഭാഗത്ത് നല്ല സ്റ്റീപ്പാണ്. താഴെ വീഴുന്നുണ്ടല്ലേ വെള്ളം? Natural spring. Not a spring, or it's a മഴവെള്ളം falling. The holes. സ്ലൈഡ് ചെയ്യണോ? You slide. സൈഡിൽ കാണുന്നതാണ് കേട്ടോ മിറർ വാള്. പണ്ട് രാജാവിൻ്റെ റിഫ്ലക്ഷൻ ഇതിൽ കാണുന്ന അത്ര സ്മൂത്ത് ആയിരുന്നു ഈ വാള്. പക്ഷെ പിന്നെ ആൾക്കാർ അത് ടച്ച് ചെയ്ത് സ്ക്രിബിൾ ചെയ്ത് കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്. ഇപ്പോൾ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് തുടരുതെന്ന്. പിന്നെ ഈ മുന്നിൽ കാണുന്നതാണ് ഫേമസ് ആയിട്ടുള്ള സ്പൈറൽ സ്റ്റെയർ കേസ്. ഇതിൻ്റെ മുകളിൽ പോയ ഒരു മ്യൂസിയം ഉണ്ട്. നമ്മൾ പോകുന്നില്ല. You exit. Look for exit. Anything that says exit, you go there. Wait. Idane? Exit it shows here. Correct. His teeth. Teeth, right. This is also rock. Why is everything rock? Why is rock? It's rock. ഷാലോ സ്റ്റെപ്സ്. ഷൂ പോലും കിട്ടാന്നില്ല ഇവിടെ. ഇതെന്താണെന്നറിയോ നിവു? ദിസ് ഇസ് കോൾഡ് ദ ബോൾഡർ ആർച്ച്. സോ 2 boulders are forming an arch. പണ്ട് രാവണൻ സീതേനെ ഈ സിഗിരിയയിൽ ഏതോ ഒരു കേവിലാണ് വെച്ചിരുന്നതെന്ന് സ്റ്റോറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ഈ പലതരം കേവ്സ് ആണ് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും താഴെ എത്തുമ്പോൾ കാണാൻ കിട്ടുന്നത്. കയറിയൊരു പരിവായിട്ടോ. അപ്പോൾ വിശന്നിട്ട് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ഹോട്ടലിൽ പോയിട്ട് നല്ലോണം റെസ്റ്റ് എടുക്കണം. ഇന്ന് ക്യാൻറ്റീൻ നമ്മൾ ചെക്കൗട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഇതായി പിള്ളേർക്ക് ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ വരണം എന്ന് പറഞ്ഞ് എൻ്റെ 2 മക്കളും അവരുടെ അച്ഛനും കൂടെ നീരാടുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചിക്കും ചേട്ടനും വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുവാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോണത് ഈ ബീച്ച് ടൗൺ ആയിട്ടുള്ള വാതുവയിലേക്കാണ്. അപ്പോൾ ഇനി നമ്മൾ വാതുവ വിശേഷമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ വാതുവയ്ക്ക് വേറൊരു വിശേഷം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനും ചേച്ചിയും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ വന്നിരുന്നു. അവരുടെ ഹണിമൂൺ ഫേസ് ടൈമാണ്. അപ്പോൾ അവർ താമസിച്ചിരുന്നത് വാതുവയിലാണ്. അപ്പോൾ അവർക്കൊരു റീവിസിറ്റിംഗ് ദെയർ മെമ്മറീസും കൂടെയാണ് ഈ ബീച്ച് ടൗണിലേക്കുള്ള ട്രിപ്പ്. Looks like appam. Oh, this looks like unniyappam. Unniyappam. This is coconut burfi. Ginger. And this one. Wanna try it? 4 pieces of this. 4-5 മണിക്കൂർ റോഡ് ട്രിപ്പാണ് ഈ വാതുവ വരെ.
അപ്പോൾ ഇടയ്ക്കൊന്ന് നിർത്തിയതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഉണ്ണിയപ്പം, പിന്നെ പലതരം ബർഫി, പിന്നെ അതായി എള്ളുണ്ട, ചിക്കി ടൈപ്പൊക്കെ. വലിയ വിലയൊന്നുമില്ല കേട്ടോ, ആകെ 25 ലങ്കൻ റുപ്പിയൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ ഒരു 7-8 ഇന്ത്യൻ റുപ്പിയേ ആവുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് ഒതൻറ്റിക് ശ്രീലങ്കൻ സ്നാക്കൊക്കെ ട്രൈ ചെയ്യാം. ഇല്ല മതി നമ്മളൊരു 2 ദിവസം എന്താ ഈ കാണുന്ന ഗ്രാൻഡ് ബീച്ച് ഹോട്ടലിലായിരിക്കും. വാതുവയിലുള്ള ഗ്രാൻഡ് ബീച്ച് ഹോട്ടലിലാണ് സ്റ്റേ. അപ്പം നമുക്ക് കുറച്ചുകൂടെ വലിയ റൂമാണ്. അതൊരു പ്രസിഡൻഷ്യൽ സ്വീറ്റ് ആണ് ഇവിടുത്തെ. അപ്പം എന്താ പറയുക, പൂളൊക്കെ ഉള്ള അടിപൊളി റൂമാണ്. പിന്നെ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടിയാണ്. അപ്പം നമുക്ക് നടന്ന് തന്നെ ബീച്ചിലേക്ക് പോവാം. അങ്ങനെ മൊത്തത്തിലൊരു അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഹോട്ടലും പിന്നെ ഇനി നമ്മുടെ മുമ്പോട്ട് എന്തൊക്കെയാണ് പ്ലാനിങ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഷൂസ് ഓക്കെ ഓക്കെ താങ്ക് യു. റൂം മുകളിലാണോ? 2 floors. Climbing. So I think living whatever is here and then they have. ഓട്. Oh, very mona. Okay. Living room, be the bathroom. Okay. I think this was supposed to be a window, but they have not put it. The blinds are nice. This is the residential private pool. See the sea. Get it. Come. I will never help you enough that. I'll come Nemo 1 second. Okay. Okay. This is a nice flooring. It's a good bathtub. It's a natural light. This is a lot of space and it's also got a shower cubicle. You can see the sunset also. There's a sit out on the upper floor. നമ്മൾ ഒരു പരിപാടിയില്ല. സൺസെറ്റ് എൻജോയ് ചെയ്യുന്നു, റിസോർട്ടിൽ സ്വിം ചെയ്യുന്നു, പിന്നെ ബീച്ചിൽ നമുക്ക് വേണമെങ്കിൽ നടക്കാം. ചേട്ടൻ ചേച്ചിയൊക്കെ നടക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഡിന്നർ കഴിക്കുന്നു. ഇന്ന് വൈൻഡപ്പാണ്. ക്ഷീണമൊക്കെ മാറ്റി നാളെ നമുക്ക് ഫ്രഷ് ആയിട്ട് സൈറ്റ് സീയിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഈ റിസോർട്ട് ഒരു ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടി ആണെന്ന്. അപ്പം ഞങ്ങൾക്ക് നടന്ന് ശരിക്കും ബീച്ചിലേക്ക് വരാം. നല്ല ക്ലീൻ ബീച്ചാണ്. അപ്പം ആരും ഇല്ല ഇവിടെ. എനിക്കങ്ങനെ പ്രൈവറ്റ് ബീച്ച് പോലെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വേണം. ഇന്ന് ഗോളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ബീച്ചിൽ നമുക്ക് അടിച്ചു പൊളിക്കാം. ഇതൊരു സീ ടേർട്ടിലിൻ്റെ ഹാച്ചറി പ്ലസ് അവരെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നൊക്കെയുള്ള ഒരു കൺസർവ് ചെയ്യണ ഒരു സ്ഥലമാണ്. ടേർട്ടിൽ മാത്രമല്ല, ഇത് ഈ കാണുന്ന പോലെ ഷാർക്സ്, പിന്നെ പലതരം മീനിനെ കുറിച്ചുള്ള അതൊക്കെ അവർ നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരും.
പിന്നെ മെയിനായിട്ട് ഇവിടെ ടേർട്ടിലാണ്. ടേർട്ടിൽസിനെ കാണാം, നമുക്ക് ടേർട്ടിലിനെ ടച്ച് ചെയ്യാം, അവരെ എഗ്ഗ് എങ്ങനെയാണെന്നുള്ളത്, പിന്നെ എഗ്ഗിനെ അവർ കുഴിച്ചിട്ടിട്ട് അവരതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് എത്ര നാൾ പിടിക്കും, ഓരോ ടേർട്ടിലിൻ്റെ സൈസ് എന്താണ്, ഒലിവ് റിഡ്ലി ഇന്ത്യയിൽ നിന്നാണ്, പിന്നെ ശ്രീലങ്കയിലെ വേരിയൻസ്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ടേർട്ടിലിനെ കുറിച്ച് ഒരു നല്ലൊരു ഐഡിയ കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആൾക്കാർ പൊതുവെ ഇവിടെ വരുന്നത്. टर्टल एग अंडा है ना? ये रियल अंडा है, इसमें बच्चा हैचिंग नहीं हो रहा है, ये चिन नहीं रहा है, ये बोर्ड लगा है हर जगह में मट्टी का अंदर अंडा है। Touch. Gently. Nothing will happen. The bird will come. ഇതുപോലെ ബെഞ്ചൊക്കെ ഇട്ടിട്ട് അതിലിരുന്നിട്ട് ഈ കടൽ കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പം ലഞ്ച് കഴിക്കാൻ കയറിയതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഇത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ടത് ഡച്ച് ഫോർട്ടിലേക്കാണ്. Jana, Amma is going. Hoist the anchor from the brine, raise it high and let it shine. The wind is calling, time to go where the tides and tempests flow. Weigh the anchor, set her free, sailing wide across the sea to distant lands where dreams unfold. Chase the sun and hunt for gold. ഗോളിലെ ഈ ഒരു ഡച്ച് ഫോർട്ട് ഉണ്ടല്ലോ, യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പം നമുക്ക് ശരിക്കും ആ ഒരു ഡച്ച് ഇൻഫ്ലുവൻസ് ഇപ്പോഴും കാണാം കേട്ടോ. അപ്പോൾ പോർച്ചുഗീസുകാരാണ് ശരിക്കും ഈ സിറ്റി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയെങ്കിലും ഡച്ചുകാർ വന്നിട്ടാണ് ഇതിനെ ഒരു പ്രോപ്പർ സിറ്റി ആയിട്ട്, പട്ടണമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഡച്ച് ഫോർട്ടായിട്ടാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടക്കുമ്പം ഇപ്പോഴും ആ ഒരു യൂറോപ്യൻ ആർക്കിടെക്ചറും അവിടുത്തെ കുട്ടി കുട്ടി കഫേസും കടകളും വീടുകളും അങ്ങനത്തെ ആ ഒരു രീതിയിലാണ് ഈ മൊത്തം സ്ട്രീറ്റ് നമുക്ക് നടക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കടൽക്കാറ്റൊക്കെ കൊണ്ട് ഒരു ഈവനിങ് വാക്കൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ശ്രീലങ്ക വന്നിട്ട് സിലോൺ ടീ ട്രൈ ചെയ്യണ്ടേ? അപ്പോൾ ഇവിടെ നമ്മൾ ഹോട്ടലിൽ തന്നെ സ്റ്റാഫിനോട് ചോദിച്ചായിരുന്നു ഇവിടുത്തെ ടീ കൊള്ളാവുന്നത് ഏതൊക്കെയാണെന്ന്. അപ്പോൾ അവർ കുറച്ച് ബ്രാൻഡൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഇവിടെ കാർഗിൽ സൂപ്പർ മാർക്കറ്റിൽ ടീയും ജാഗറിയൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. പുറത്തുനിന്ന് വാങ്ങുന്നേക്കാളും സൂപ്പർ മാർക്കറ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ റീസണബിൾ ആയിരിക്കും. അങ്ങനെ നമ്മൾ ബീച്ച് ടൗണിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇപ്പം ശ്രീലങ്കേൻ്റെ ക്യാപിറ്റൽ കൊളംബോയിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് സ്ക്വയർ, പിന്നെ ചില മ്യൂസിയം, പിന്നെ നമ്മുടെ ലോട്ടസ് ടവർ ഇതൊക്കെ കാണാനുണ്ട്. അപ്പോൾ ആ വിശേഷമൊക്കെ നമുക്ക് കാണാം. This is the Independence Square. നമ്മളിപ്പോൾ ഉള്ളത് ശ്രീലങ്കയിലെ ഇൻഡിപെൻഡൻസ് മെമ്മോറിയൽ ഹാളാണ്. ഇതിവിടുത്തെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മോണ്യുമെൻ്റാണ്. കമ്മമറേഷൻ ഓഫ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ശ്രീലങ്ക, ബ്രിട്ടീഷ് റൂളിൽ നിന്നുള്ള ഇൻഡിപെൻഡൻസിൻ്റെ ഇതായിട്ട് ബിൽഡ് ചെയ്ത ഒരു മോണ്യുമെൻ്റാണ്. One is the National Museum and one is the Museum of Natural History. Sorry. That might be the animals and plants around the island. ഇപ്പം നമ്മളുള്ളത് ശ്രീലങ്കയിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയം ആയിട്ടുള്ള കൊളംബോ നാഷണൽ മ്യൂസിയമിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രീലങ്കയെ കുറിച്ച് കൂടുതൽ അറിയാനും അത് മാത്രമല്ല ഇത് വൺ ഓഫ് ദ പോപ്പുലർ ബിൽഡിങ്സുമാണ് കൊളംബോയിലുള്ളത്. എനിക്കറിയില്ല, മേ ബി റോങ്. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ലെറ്റ്സ് വൈകുന്നേരമായി. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്
കൊളംബോയിലെ ഗോൾ ഫേസിലാണ്. ഇത് ശരിക്കും ഒരു ഹാപ്പനിങ് പ്ലേസ് എന്നൊക്കെ പറയാം. കാര്യം ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ മേജർ ബ്രാൻഡ്സ് ആയിട്ടുള്ള ITC, രത്നദീപ, താജ് അങ്ങനത്തെ എല്ലാ ഹോട്ടൽസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ലോട്ടസ് ടവറിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലോട്ടസ് ടവറിലെത്തി. ഇതാണ് ശ്രീലങ്കയിലെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് എന്നൊക്കെ പറയാം. ശരിക്കും 1153 ഫീറ്റ് മുകളിൽ നിന്നിട്ടാണ് നമുക്ക് ശ്രീലങ്കയിലെ ആ മൊത്തം വ്യൂ നമുക്ക് ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഈവനിങ് ആയതുകൊണ്ട് ഒരു സിറ്റി വ്യൂ, ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള സിറ്റി വ്യൂ ആണ് നമുക്ക് കിട്ടുക. ഇതാണ് ഞാൻ പറഞ്ഞ ആ ബ്യൂട്ടിഫുൾ വ്യൂ കേട്ടോ. അപ്പോൾ ആ സിറ്റി മൊത്തം, കൊളംബോ സിറ്റി മൊത്തം നമുക്കിത് ഈ ഹൈറ്റിൽ നിന്ന് കാണുമ്പം അടിപൊളിയാണ്. നമുക്ക് ശരിക്കും ഇവിടുന്ന് പോർട്ട് സിറ്റി, പേട്ട മാർക്കറ്റ്, കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ, വേൾഡ് ട്രേഡ് സെൻറ്റർ, ഇത് എല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ ദൂരെ നിങ്ങൾക്ക് ഈവൻ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ്റെ കോസ്റ്റ് ലൈൻ വരെ ഈ ലോട്ടസ് ടവറിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ലോട്ടസ് ടവറിൽ തന്നെയാണ് നമ്മുടെ സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കസീനോ മെജസ്റ്റിക് പ്രൈഡ് ഉള്ളത്. അതും ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ട ആ ഒബ്സർവേറ്ററി ഡെക്കിൽ വ്യൂ എല്ലാം കണ്ടിട്ട് താഴെ വന്നു കഴിയുമ്പം നമുക്കിതുപോലെ ശ്രീലങ്കേൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച്, ശ്രീലങ്കയിലെ കൾച്ചറിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഷോ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടിക്കറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചില ക്ലിപ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീലങ്ക ട്രിപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് മിനിസ്ട്രി ഓഫ് ക്രാബ് എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റ്. എന്തായാലും ശ്രീലങ്ക വരുവാണെങ്കിൽ ഇത് ട്രൈ ചെയ്യണം എന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പം വിജുവേട്ടനും ചിക്കു ബേബിയും വന്നിട്ടില്ല. വിജുവേട്ടൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇത് ശരിക്കും പക്ക നോൺ വെജിറ്റേറിയൻസിനുള്ള ഞണ്ട് കഴിക്കാനുള്ള സ്ഥലമാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത് ഷെഫ് ദർശൻ മുനിദാസയാണ്. ശ്രീലങ്കയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഷെഫ് ആണ്. പിന്നെ പുള്ളി കൂടാണ്ട് ശ്രീലങ്കയിലെ ക്രിക്കറ്റിംഗ് ലെജൻഡായിട്ടുള്ള മഹിള ജയവർദ്ധനയും പിന്നെ കുമാർ സംഘക്കാരെയും കൂടെ ചേർന്ന് ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ്. അവർ ചേർന്ന് ഓൺ ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. അപ്പം ഇവിടെ ക്രാബ് കൂടാണ്ട് നിങ്ങൾക്ക് ലോബ്സ്റ്ററും പ്രോൺസ് കറിയും പിന്നെ അതിൻ്റെ കൂടെ അവർ ബ്രെഡാണ് സെർവ് ചെയ്യുന്നത് മെയിൻലി. ക്രാബിൻ്റെ പലതരം വെറൈറ്റി ഡിഷസ്, അത് ക്രാബിൻ്റെ തന്നെ ഒരു പ്ലേറ്റിൽ ഒക്കെയാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് മെയിനായിട്ട് ഇവിടെ ട്രൈ ചെയ്യേണ്ടത് ഹോൾ ക്രാബാണ്. ആ ഹോൾ ക്രാബ് പല സൈസിലുണ്ട്. ക്രാബ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ സൈസിലുള്ള ക്രാബുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ അത് ട്രൈ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ലാർജ് സൈസ് ക്രാബാണ് എടുത്തത്. ചേച്ചിയുടെ റിയാക്ഷൻ ഗൈസ്, നമ്മുടെ ശ്രീലങ്ക ട്രിപ്പ് ഇവിടെ തീരുവാണ്. നാളെ തന്നെ നമുക്ക് രാവിലെ ചെക്കൗട്ട് ചെയ്ത് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കണം. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ശ്രീലങ്ക ട്രിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ കാണും വരയ്ക്കും ബൈ.